ഓക്കെ, സോ മുടി കൊഴിച്ചൽ മുതൽ കിഡ്നി ഡാമേജ് വരെ ക്രിയാറ്റിൻ്റെ പല പല സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് നോക്കാം. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഏകദേശം 1 വർഷത്തോളമായിട്ട് ക്രിയാറ്റിൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മുടി കൊഴിച്ചലിനെ കുറിച്ച് പറയാം. ബേസിക്കലി മുടി കൊഴിച്ചൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോൺ ഉണ്ട്, DHT എന്ന് പറയും, ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ. ഈ ഒരു ഹോർമോൺ ആക്ച്വലി നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ്. 5-ആൽഫ റിഡക്റ്റേസ് എന്നൊരു എൻസൈമാണ് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോണിനെ DHT ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ ക്രിയാറ്റിൻ സപ്ലിമെൻ്റായി എടുക്കുമ്പം ക്രിയാറ്റിൻ നമ്മുടെ ഈ 5-ആൽഫ റിഡക്റ്റേസ് എന്ന ഈ എൻസൈമിൻ്റെ ആക്ടിവിറ്റി കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ DHT കൺവേർഷൻ കൂടാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു DHT കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളും കൂടാൻ ചാൻസ് ഉണ്ട് എന്നാണ് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള ഒരു വശം. എന്നാൽ നമ്മൾ ഇത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വരുമ്പം എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ഏകദേശം ക്രിയാറ്റിൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ആൻഡ് അത് ക്രിയാറ്റിൻ കൊണ്ടാണോ വന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഏകദേശം 90% ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഫേസിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചൽ ഉണ്ടായവരായിരിക്കും. ആൻഡ് ഇത് വളരെയധികം നോർമലാണ് മുടി കൊഴിച്ചൽ. സോ ചിലപ്പോൾ മറ്റുള്ള റീസൺ കൊണ്ടെന്തെങ്കിലും ആയിരിക്കാം നിങ്ങൾക്ക് മുടി കൊഴിച്ചൽ വരുന്നത്. ആൻഡ് ക്രിയാറ്റിൻ ഇടയ്ക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മുടി കൊഴിച്ചൽ ക്രിയാറ്റിൻ കാരണമാണെന്ന് തോന്നിയിട്ടായിരിക്കാം ഈ ഒരു സൈഡ് എഫക്ട്സ് വളരെ കോമൺ ആയിട്ട് ആൾക്കാർ പറയുന്നത്. ക്രിയാറ്റിൻ കാരണം മുടി കൊഴിച്ചലുണ്ട് എന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നില്ല. കാരണം ഇത്രയും പിന്നെ അത് താനെ തന്നെ ഇല്ലാതായി. ആ ഒരു ക്രിയാറ്റിനുമായിട്ട് അത് ഒരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആക്ച്വലി 5-ആൽഫ റിഡക്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി കൂടുന്നത് അത്രയും വലിയ ലെവലിലാവാനൊന്നും ചാൻസ് ഇല്ല. അതത്രയും റെലവൻ്റ് അല്ല നമ്മുടെ മുടി കൊഴിച്ചലിനെ ബാധിക്കുന്ന തരത്തിൽ. സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അന്ധവിശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഒരു ബിലീഫാണ്. ക്രിയാറ്റിൻ കൊണ്ട് ഒരു മുടി കൊഴിച്ചൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി അടുത്തതാണ് വാട്ടർ റിട്ടൻഷൻ. ക്രിയാറ്റിൻ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അത് മസിൽസിലാണ്. സോ അത് നിങ്ങളുടെ മസിൽസിനെ കൂടുതൽ ഒരു ബിഗ്ഗർ ആൻഡ് ഫുള്ളർ ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് തരാനാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുക, ആസ് കമ്പയർ ടു അതർ വാട്ടർ റിട്ടൻഷൻ ലൈക്ക് സോൾട്ട് കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് പോലത്തെ. നമുക്കറിയാം നമ്മുടെ ക്രിയാറ്റിൻ നമ്മുടെ മസിൽസിലാണ് സ്റ്റോർ ആവുന്നത്. ആക്ച്വലി ക്രിയാറ്റിൻ കുറച്ച് വാട്ടർ നമ്മുടെ മസിൽസിലേക്ക് ഡ്രോ ചെയ്യുന്നു കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസിലെ വാട്ടർ റിട്ടൻഷൻ കൂടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും വലിയ ലെവലിലേക്കൊന്നും അല്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്രിയാറ്റിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു മാസം നിങ്ങൾക്ക് ഇതിൻ്റെ എഫക്റ്റ് കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ നോർമലായിരിക്കും. ഇതിൻ്റെ എഫക്റ്റായിട്ട് നിങ്ങൾക്ക് പുറത്ത് കുറച്ച് മസിൽസ് ഫുള്ളറായിട്ട് കാണും. അതുപോലെ തന്നെ ഒരു 1/2 കിലോ മുതൽ 1 കിലോ വരെ കൂടാനും ചാൻസ് ഉണ്ട്. അത്രയും മാത്രമാണ് നിങ്ങൾക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാനുള്ളത്. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു വാട്ടർ റിട്ടൻഷൻ കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാകാൻ പോകുന്നില്ല. പോരാതെ നമ്മുടെ മസിൽസിനെ ഇത് കുറച്ചുകൂടി ഫുള്ളറായിട്ടും കുറച്ചുകൂടി വലുതായിട്ടും കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഒരു ആൾക്കാരിങ്ങനെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ക്രിയാറ്റിൻ നിങ്ങൾ എടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം കുടിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം ആവുന്നു. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാട്ടർ റിട്ടൻഷൻ കാരണം ആൾക്കാർ പറഞ്ഞു വരുത്തിയ അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചു കൂട്ടിയ ഒരു സംഭവമാണിത്. നിങ്ങൾക്ക് അഡ്വക്കേറ്റ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് വാട്ടർ, അതായത് ഏകദേശം ഒരു 4 ലിറ്ററിൻ്റെ അടുത്ത് വാട്ടർ നിങ്ങൾ നോർമലി കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ 1 ലിറ്ററോ 2 ലിറ്ററോ എക്സ്ട്രാ കുടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബോഡി ഭയങ്കര സ്മാർട്ടാണ്. ഈ ഒരു വാട്ടർ റിട്ടൻഷൻ എന്ന് വെച്ചാൽ മേ ബി ഒരു ഫസ്റ്റ് മാസം ആ ഒരു റിട്ടൻഷൻ ഉണ്ടാവും, പിന്നെ അതൊരു നോർമലൈസ് ആവുകയാണ്. സോ നമ്മൾ വീണ്ടും വെള്ളം കുടിക്കുമ്പോൾ അതൊക്കെ ന്യൂട്രലൈസ് ആയിക്കോളും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വെള്ളം കുടിക്കാണ്ടിരുന്നാൽ കൂടുതൽ കിഡ്നിക്ക് പ്രോബ്ലം അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കിഡ്നി ഓൺ ക്രിയാറ്റിൻ. നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ് യൂസ് ചെയ്താൽ നമ്മുടെ കിഡ്നി ഡാമേജ് ആവുമോ? എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ? നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് 100% സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റാണ് ക്രിയാറ്റിൻ. എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് മാത്രം നിങ്ങൾ ക്രിയാറ്റിൻ എടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. കാരണം പല പ്രശ്നങ്ങളും വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഒരു കേസ് സ്റ്റഡീൻ്റെ ഒരു ലിങ്ക് അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിലുള്ള ഒരു ചെക്കൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു കേസായിരുന്നു. അവൻ വളരെ നോർമലായിരുന്നു ബിഫോർ ടേക്കിംഗ് ക്രിയാറ്റിൻ. ആൻഡ് ക്രിയാറ്റിൻ എടുത്തതിന് ശേഷം അവൻ അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ആയി. പക്ഷേ ക്രിയാറ്റിൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അത് സാധനം തന്നെ റെഡിയായി. എനിക്ക് തോന്നുന്നൊരു 1 in 10 million പീപ്പിൾ, അത്രയും റെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം എന്തെങ്കിലും പറ്റാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഓൾവേസ് അതൊരു മൈൻഡിൽ കൺസിഡറേഷൻ വെക്കുക. ആൻഡ് നിങ്ങൾ ബ്ലഡിലെ ക്രിയാറ്റിനിൻ ലെവൽസ് കൂടിയെന്ന് വെച്ചിട്ട് നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകണമെന്നില്ല. ക്രിയാറ്റിനിൻ ലെവൽസ് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ്.
ആൻഡ് നമ്മൾ ക്രിയാറ്റിൻ സപ്ലിമെൻ്റ് ആയിട്ട് എടുത്താൽ ക്രിയാറ്റിനിൻ ലെവൽസ് കൂടും ഓബിയസ്ലി. സോ നിങ്ങൾ ഒരിക്കലും അത് വെച്ചിട്ട് നിങ്ങളെ കിഡ്നി ഡാമേജ് ആയി അല്ലെങ്കിൽ ഡാമേജ് ആവുമെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സോ എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ക്രിയാറ്റിൻ്റെ മേജറായിട്ട് ആൾക്കാർ പറയുന്ന സൈഡ് എഫക്ട്സ്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന്. സോ തീർച്ചയായും നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ശേഷം മാത്രം തീരുമാനിക്കുക ക്രിയാറ്റിൻ എടുക്കണോ വേണ്ടോ എന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എടുത്തോളൂ. കാരണം ഞാനും 1 വർഷമായിട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് യാതൊരുവിധ പ്രോബ്ലംസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആൻഡ് മസിൽ ബിൽഡിങ്ങിനെക്കാട്ടും ഒരുപടി മുന്നിൽ ക്രിയാറ്റിൻ നിൽക്കുന്നത് സ്ട്രെങ്ത് ബിൽഡിങ്ങിലാണ്. ആൻഡ് എൻ്റെ സ്ട്രെങ്ത് വളരെയധികം ഇൻക്രീസ് ചെയ്യാൻ എനിക്ക് ക്രിയാറ്റിൻ സഹായിച്ചിട്ടുണ്ട്. സോ തീർച്ചയായും നിങ്ങൾ യൂസ് ചെയ്യുക.